ഹലോ കുട്ടികളെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലെ? മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് എന്ന് പറയുന്ന ലെസന്റെ തിയറി പോർഷൻസ് എല്ലാവരും പഠിച്ചു കാണുമല്ലോ. പ്രോബ്ലം ചെയ്യാനുള്ള ഫോർമുലാസ് എല്ലാം എല്ലാവരും മനസ്സിൽ ഓർത്ത് വെക്കുന്നു, റിവൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് NCERT എക്സസൈസ് ക്വസ്റ്റ്യൻസിന്റെ സൊല്യൂഷൻസ് ആണ്. ഓൾറെഡി 9 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഈ ഒരു വീഡിയോയിലൂടെ 10th ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം, എന്നിട്ട് എങ്ങനെയാണ് അത് സോൾവ് ചെയ്യേണ്ടതെന്ന് കൂടെ നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചോദ്യം ഇതാണ്: a rigid bar of mass 15 kg is supported symmetrically by 3 wires each of 2 meter long. Those at each ends are of copper and the middle one is of iron. Determine the ratio of their diameters if each of them are having the same tension. അപ്പോൾ രണ്ട് കോപ്പറും ഇടയ്ക്ക് ഒരു അയേണും ഉണ്ട്. അപ്പോൾ ഡയമീറ്റർ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഈ ഗിവൺ ഡാറ്റ വെച്ചിട്ട് എങ്ങനെയാണ് അതിന്റെ ഡയമീറ്ററിന്റെ റേഷ്യോ കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പൊ ഏത് ഫോർമുല യൂസ് ചെയ്യേണ്ടതെന്ന് മനസ്സിലോർത്തേ, എന്നിട്ട് നമുക്ക് സോൾവ് ചെയ്ത് തുടങ്ങാം. അപ്പൊ നിങ്ങൾ മനസ്സിൽ ഓർക്കുമ്പോഴേക്കും 2 എക്സാംസ് ഉണ്ട്, നിങ്ങളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന 2 എക്സാംസ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് അക്കാഡമിയുടെ പ്രോഡിജി ടാലന്റ് റിവാർഡ് എക്സാമിനേഷൻ ആണ്. 23rd of January 10 മണിക്കാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ത്യൻ ടൈം ആണ് കേട്ടോ ഞാൻ പറയുന്നത്. ഇത് 7th മുതലുള്ള കുട്ടികൾക്ക് എഴുതാൻ പറ്റും. ഓൾ ഇന്ത്യ ലെവലിലുള്ള ഒരു കോമ്പറ്റീഷൻ ആണ്. എക്സൈറ്റിംഗ് സ്കോളർഷിപ്സ് ആൻഡ് റിവാർഡ്സ് ആണ് നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് റാങ്ക് ആണ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ മാക്ബുക്ക് എയർ, രണ്ടാമത്തെ മൂന്നാമത്തെ റാങ്കുകാരനാവുകയാണെങ്കിൽ ആപ്പിൾ ഐഫോൺ, റാങ്ക് 4 to 5 ആപ്പിൾ ഐപാഡ് കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ ആമസോൺ എക്കോ ഡോട്ട് ആണ് 40 റാങ്ക് വരെയുള്ളവർക്ക് കിട്ടുന്നത്. 100 റാങ്ക് വരെ ഉള്ളിൽ കിട്ടുവാണെങ്കിൽ ആമസോൺ ഗിഫ്റ്റ് വൗച്ചേഴ്സ് കിട്ടുന്നുണ്ട്. പ്ലസ് 500ാമത്തെ റാങ്കുകാരന് വരെ സ്കോളർഷിപ്പ് ആണ് കൊടുക്കുന്നത്. അക്കാഡമിയുടെ എഡ്യൂക്കേഷണൽ ആപ്ലിക്കേഷന്റെ സബ്സ്ക്രിപ്ഷനിലാണ് ഈ സ്കോളർഷിപ്പ് കിട്ടുന്നത്. അപ്പൊ ടോപ്പ് 10 റാങ്കേഴ്സിന് കംപ്ലീറ്റ്ലി ഫ്രീ സബ്സ്ക്രിപ്ഷൻ ആണ്. ഓക്കെ, 100% സ്കോളർഷിപ്പോട് കൂടിയിട്ടാണ് അക്കാഡമി തരുന്നത്. അപ്പൊ ഇതാണ് ഒരു എക്സാം. രണ്ടാമത്തെ എക്സാം നീറ്റ് ആസ്പിരൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. അത് അക്കാഡമിയുടെ കോമ്പാറ്റ് എക്സാം. ഇത് എല്ലാ ആഴ്ചയിലും നടക്കുന്ന എക്സാം ആണ്. അപ്പൊ ഈ ആഴ്ചയിൽ നടക്കുന്നത് January 2 11 AM ഓൺവേർഡ്സ്. ക്ലാസ് 11th സെപ്പറേറ്റ് ആയിട്ടുള്ള കരിക്കുലാണ്. അപ്പൊ നിങ്ങൾ പേടിക്കേണ്ട, 12th ടോപ്പിക് ഒന്നും നിങ്ങൾക്ക് ക്വസ്റ്റൻ ആയിട്ട് വരില്ല. 45 minutes 28 questions. നിങ്ങൾക്ക് ടോപ്പ് 3 റാങ്കിൽ വരാൻ പറ്റുവാണെങ്കിൽ മെഡൽ ആൻഡ് മെറിറ്റ് സർട്ടിഫിക്കറ്റ് പ്ലസ് 100% സ്കോളർഷിപ്പ്. ഇനി ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് പിന്നെ 150 റാങ്ക് വരെ കിട്ടുന്നവർക്കും സ്കോളർഷിപ്പിനുള്ള അർഹതയുണ്ട്. അത് 50 ആയിട്ടും 75% ആയിട്ടും 25% ഒക്കെ ആയിട്ടാണ് കിട്ടുന്നത്. ലൈവ് ആയിട്ടുള്ള ടെസ്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരിക്കും നിങ്ങളുടെ കൂടെ ബാക്കിയുള്ള കുട്ടികൾ എങ്ങനെയാണ് അവരുടെ ഒരു റേഞ്ചും ലെവലും ഒക്കെ മനസ്സിലാക്കാനായിട്ട്. അതുകൂടാതെ ഈ എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ സൊല്യൂഷനും കൂടെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ നീറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ്, മിസ്സാക്കാതിരിക്കുക. പിന്നെ ഒരു കാര്യം, ഇത് ഫ്രീ ആയിട്ട് എഴുതാൻ പറ്റുന്ന ടെസ്റ്റ് ആണ്. ഓക്കെ, ആൻഡ്രോയിഡിലും ആപ്പ് സ്റ്റോറിലും വെബിലും എല്ലാം നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എക്സാം അൺലോക്ക് ചെയ്യാനായിട്ട് ജസ്റ്റ് ഓഫ് എന്ന് പറയുന്ന കോഡ് യൂസ് ചെയ്യാം. ഇതിനകത്ത് വേറെ ഹിഡൻ ചാർജസ് ഒന്നും നിങ്ങൾക്ക് ഇല്ല. അപ്പൊ ഫ്രീ ആയിട്ട് അറ്റംപ്റ്റ് ചെയ്യാവുന്ന ഒരു ടെസ്റ്റ് ആണ്. സോ ഡെഫിനറ്റ്ലി ടേക്ക് എ ചാൻസ്. ഓക്കെ, ചോദ്യത്തിലോട്ട് വരുവാണെങ്കിൽ റിജിഡ് ബാർ ഓഫ് മാസ് 15 kg, മാസ് എന്താ പറഞ്ഞിരിക്കുന്നത് 15 കിലോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ട്. സപ്പോർട്ടഡ് സിമെട്രിക്കലി, വിച്ച് മീൻസ് വാട്ട്, ദിസ് മാസ് ഇസ് ഗോയിങ് ടു ബി ഗിവൺ ഈക്വലി to all the 3 wires. Apo force applied on each of the wire, that is copper and iron, is going to be the same force ആണ്. അത് മനസ്സിലായി. എല്ലാത്തിനും 3 wires each of 2 meter long. അപ്പൊ എല്ലാത്തിന്റെയും ലെങ്ത് ഈക്വൽ ആണെന്ന് മനസ്സിലായി. Those at each ends copper ആണ്, middle one is iron. Determine the ratio of their diameters എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ യങ്സ് മോഡുലസ് അനുസരിച്ച് y is equal to what, FL divided by A into delta L. Okay, if each has to have the same tension ആണ്, same extension ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ F equal ആണെന്ന് മനസ്സിലായി, L equal ആണെന്ന് മനസ്സിലായി, ഡെൽറ്റ Lഉം സെയിം ആണെന്ന് മനസ്സിലായി. which means what, y is proportional to 1 by A. that is y is proportional to area എന്ന് വെച്ചാൽ എന്താണ്, pi d square by 4 എന്ന് എഴുതാം. കാരണം റേഷ്യോ ഓഫ് ഡയമീറ്റർ അല്ലേ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. പൈ r square ആണ്, അതിന് പകരം പൈ d square by 4 എന്ന് എഴുതാമല്ലോ. അപ്പൊ y proportional to 4 divided by pi d square. 4ഉം പൈയും another constants ആണ്. അപ്പൊ പ്രൊപ്പോർഷണാലിറ്റി എടുക്കുമ്പോൾ നമുക്ക് y proportional to 1 by d square അല്ലെങ്കിൽ d square proportional to 1 by y എന്ന് എഴുതാം. റൈറ്റ്? അപ്പോ യങ്സ് മോഡുലസിന്റെ റേഷ്യോയുടെ ഇൻവേഴ്സ് ആണ് നമുക്ക് റേഷ്യോ ഓഫ് ദ ഡയമീറ്റേഴ്സ്. അപ്പോ ഡി ഓഫ് ഡി എന്ന് പറഞ്ഞാൽ എന്താ, പ്രൊപ്പോർഷണൽ ടു 1 by root y എന്ന് എഴുതാം.
ഒരു സ്റ്റെപ്സ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. യങ്സ് മോഡുലസ് FL ഡിവൈഡ് ബൈ A delta L ആണ്. ഇതെല്ലാം കോൺസ്റ്റന്റ്സ് ആണ്. അപ്പൊ നമുക്ക് പ്രൊപ്പോർഷണാലിറ്റി എഴുതാം. ഏരിയ എന്ന് വെച്ചാൽ πd square by 4 ആണ്. പൈയും 4ഉം കോൺസ്റ്റന്റ് ആയതുകൊണ്ട് y proportional to 1 by d square എന്ന് എഴുതാം, or d proportional to 1 by root y എന്ന് എഴുതാം. ഓക്കെ, ഇനി റേഷ്യോ ഓഫ് ദ ഡയമീറ്റർ ഓഫ് കോപ്പർ ആൻഡ് അയൺ എന്ന് എഴുതുവാണെങ്കിൽ d of copper divided by d of iron is equal to root of y of iron divided by y of copper എന്ന് എഴുതണം. കാരണം 1 by root y എന്നല്ലേ വന്നിരിക്കുന്നത്. അപ്പൊ കോപ്പറിന്റെ ഡയമീറ്റർ മുകളിൽ എഴുതുമ്പോൾ യങ്സ് മോഡുലസ് താഴെയാണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഒരു റേഷ്യോ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, which is equal to root of യങ്സ് മോഡുലസ് ഓഫ് അയൺ എന്ന് പറയുന്നത് 1.9 into 10 raised to 11 ഉം യങ്സ് മോഡുലസ് ഓഫ് കോപ്പർ ഇസ് 1.1 into 10 raised to 11 ഉം ആണ്. Okay, അപ്പൊ ഈ 10 raised to 11 and 10 raised to 11 gets cancelled. It becomes root of 19 divided by 11. Root of 19 divided by 11 കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരമായി റേഷ്യോ ഓഫ് ഡയമീറ്റേഴ്സ് ആയി. ഇത് എങ്ങനെയാണ് പ്രോബ്ലം, ഏത് ഫോർമുലയാണ് യൂസ് ചെയ്തതെന്നൊക്കെ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി റൂട്ട് ഓഫ് 19 by 11 നിങ്ങളൊന്ന് മാത്തമാറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരത്തിലോട്ട് എത്തും. ഓക്കെ, അപ്പൊ എല്ലാവരും ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ എത്ര ആൻസർ വരുന്നതെന്നുള്ളത്. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയായിരുന്നോ? ഓക്കെ, കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം എത്രയാണ്? ഇറ്റ് ഇസ് നത്തിങ് ബട്ട് 1.31 റേഷ്യോ ആണ്. അപ്പൊ നമുക്ക് യൂണിറ്റ് ഒന്നുമില്ല, 1.31 എന്ന് എഴുതാം. എങ്ങനെയാണ് ഈ ഒരു ഫോർമുലയിലോട്ട് എത്തിയത് എന്നുള്ളത് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. യങ്സ് മോഡുലസിന്റെ ഫോർമുല FL ഡിവൈഡഡ് ബൈ A delta L ആണ്. എഫും എല്ലും ഡെൽറ്റ എല്ലും എല്ലാം സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ y is inversely proportional to area, which means y is inversely proportional to d square. ഇനി d ആണ് ചോദിച്ചിരിക്കുന്നത്, അതുകൊണ്ട് d proportional to 1 by root y എന്ന് എഴുതാം. അപ്പൊ d of copper divided by d of iron എഴുതുമ്പോൾ root of യങ്സ് മോഡുലസ് ഓഫ് iron divided by യങ്സ് മോഡുലസ് ഓഫ് copper. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരത്തിലോട്ട് എത്തി. അപ്പോൾ എല്ലാവർക്കും എങ്ങനെയാ ചെയ്തതെന്ന് മനസ്സിലായല്ലോ. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ആയിട്ട് ചോദിക്കൂ കേട്ടോ. സോ ഐ വിൽ ബി ഹാപ്പി ടു ക്ലിയർ യുവർ ഡൗട്ട് ത്രൂ ദ കമന്റ് സെക്ഷൻ. Thank you once again for watching my today's video. Have a wonderful day ahead to all of you. Take care. Bye-bye.